ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ പിന്നെ ഒരു വ്ളോഗും കൂടെ ആവാം ആ കൂട്ടത്തിലെന്ന് കരുതിയിട്ട് എടുത്തതാണ്. ഞാനും അച്ഛനും കൂടെയാണ് പോണത്. പോണ വഴിക്ക് അമ്മേനെയും കൂടെ കൂട്ടുട്ടോ. ദേ റിയോ ബേബി കണ്ടോ, ചോക്ലേറ്റ് ഒക്കെ കണ്ടിട്ടാണ് ആളീ കാണിക്കുന്നത്. ആൾക്ക് പുറത്തിറങ്ങിയ ചോക്ലേറ്റ്, ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അതൊക്കെ വേണം. ഞാനാണെങ്കിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ അയക്കൂല. എന്നെ കണ്ണ് വെട്ടിച്ചിട്ട് വാങ്ങി കൊടുക്കും, പക്ഷെ ഞാൻ ഉള്ളപ്പോൾ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കൊടുക്കാൻ അയക്കൂല കേട്ടോ. ഇത് ഞങ്ങളങ്ങനെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റിയോ ബേബിനെയും കൊണ്ടുപോകുന്നത് ഒരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ എത്തിയതേ ഞങ്ങൾ ഒരു സ്ഥലം തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ബാർബർ ഷോപ്പ്. അതായത് റിയോ ബേബിൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് അച്ഛയാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ജെൻസിന് കയറാൻ പറ്റുമല്ലോ കരുതിയിട്ട് അച്ഛൻ്റെ കൂടെ പോവലായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ മുടി വെട്ടി. ഒരു യുദ്ധം തന്നെയായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ടുള്ള സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി വന്ന് ചായ എന്തെങ്കിലും കുടിക്കുക എന്നുള്ളതിൽ വന്നിട്ട് ചായ കുടിച്ചു. ഞാനൊരു ഹോർലിക്സും അമ്മയച്ഛയും ചായയും, പിന്നെ റിയോ ബേബിക്ക് ഞങ്ങൾ പാല് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചായ അതുപോലെ ഹോർലിക്സ്, എണ്ണക്കടികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കുമ്പോൾ ആൾ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കൊടുക്കും. അങ്ങനെ ഗൈസ് എൻ്റെ പുരികനൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ പുരികൻ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി പുരികനൊക്കെ ത്രെഡ് ചെയ്ത് ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റുഡിയോയിലൊന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ എന്തിനാണ് കയറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ്. നമ്മളെ അറിയുന്ന ഒരാളെ ഷോപ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് കൂടുതലും കയറാറ്. അങ്ങനെ ഗൈസ് ഞാൻ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ. ഇവരുടെ കടയിൽ നിന്ന് തന്നെയാണ് ഞാൻ കൂടുതലും പ്രിൻറ്റ് ചെയ്യാറ്. കാരണം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഹാറാണി സിൽക്സ് വരെ ഒന്ന് വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ റിയോ ബേബിനെയും കൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ആൾ അടങ്ങിയിരിക്കില്ല. ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ നോക്കും, കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ റിയോ ബേബിനെ മിസ്സായി. അപ്പോൾ നോക്കുമ്പോൾ അത് ആളിരിക്കുന്ന അവിടുത്തെ രണ്ട് സ്റ്റാഫിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. എന്നാൽ അവനവിടെ കളിക്കട്ടെ കരുതി ഞങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ നോക്കുമ്പോൾ ആളുടെ തറയെ കിടക്കുന്നു. ഇത് അവിടെ നിൽക്കുന്നത് അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അവരുടെ കൂടെ കളിക്കുകയായിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ കളിക്കുകയോ. അങ്ങനെ അവിടുത്തെ ലൈറ്റ് കണ്ടിട്ടും അവിടുത്തെ ഡെമ്മി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ആൾ നല്ല നോക്കലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ റിയോ ബേബി ഇതാ ഓടുന്നു. പിന്നെ ഞാൻ റിയോ ബേബിനെ പിടിക്കാൻ വേണ്ടി റിയോ ബേബിനെ പിന്നാലെ പോയി. ഈ ഡെമ്മി ഇതേ ആരെവിടെ കൊടന്നു വെച്ചെന്നുള്ള നോട്ടാണ് ആൾ നോക്കുന്നത്. അങ്ങനെ ഇവൻ്റെ പിന്നാലെ ഞങ്ങൾ ഓടി. ഇവർ പോകുന്നത് സ്റ്റാഫൊക്കെ നിൽക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലേക്കാട്ടോ പോണത്. സാധനങ്ങളൊക്കെ വലിച്ചിടും. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് വന്നാൽ പോകാമെന്നുള്ളൊരിതിൽ ആൾ ഇടയ്ക്കിടയ്ക്ക് തല പിടിച്ച് നോക്കുന്നുണ്ട്. കാരണം മുടി പോയല്ലോ, അതിൻ്റെ സങ്കടം ആൾക്കുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ബസ്സൊക്കെ കയറി ഇതാ വീട്ടിലെത്തിയിട്ടില്ല. ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് പയ്യന്മാർ ഇരിക്കുന്നതുണ്ട്. അത് എൻ്റെ അനിയനും അനിയൻ്റെ ഫ്രണ്ട്സുമാണ് കേട്ടോ. അപ്പോൾ അവരെയും തന്നെ ഒന്ന് വെറുപ്പിക്കാം എന്ന് തോന്നിയിട്ട് ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.